നമസ്കാരം. പുതുവർഷമാകുമ്പോൾ നിയമത്തിലും നിരക്കുകളിലുമൊക്കെ മാറ്റം വരാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പല പ്രശ്നത്തിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കും. അടുത്ത വർഷം UAE-യിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും നിയമങ്ങളും അതോടൊപ്പം പുതുക്കിയ ഫീസ് നിരക്കുകളും നിലവിൽ വരുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പുതുവർഷത്തിനായി ഒരുങ്ങുമ്പോൾ UAE-യിൽ പ്രതീക്ഷിക്കാവുന്ന ചില മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. ആദ്യത്തേത് പുതിയ UAE ട്രാഫിക് നിയമം. രണ്ടാമത്തേത് അബുദാബിയിലും ദുബായിലും എയർ ടാക്സികൾ. ഇനി മൂന്നാമത്തേത് അൽ മക്തൂം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കുമെന്നുള്ളതാണ്. നാലാമത്തേതിലേക്ക് വന്നാൽ അബുദാബി സ്മാർട്ട് യാത്രാ സംവിധാനം. അഞ്ചാമത്തേത് പ്ലാസ്റ്റിക് നിരോധനം വിപുലീകരിക്കുമെന്നുള്ളതാണ്. ആറാമത്തേതായി പറയുന്നത് ഡിജിറ്റൽ നോൾ കാർഡുകൾ. ഏഴാമത്തേതിൽ അബുദാബിയിലെ ഭക്ഷണ ഓപ്ഷനുകൾ. 8 ബസ് സ്റ്റോപ്പുകളിൽ സൗജന്യ വൈഫൈ ആണ്. ഇനിയുള്ളത് ദുബായിൽ പുതിയ പാർക്കിംഗ് നിരക്കുകളെ പറ്റിയാണ്. നമുക്ക് ഓരോന്നും വിശദമായി തന്നെ നോക്കാം. ആദ്യത്തേത് പുതിയ UAE ട്രാഫിക് നിയമത്തെക്കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായി നിലവിലുള്ള ട്രാഫിക് നിയമത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന പുതിയ ഫെഡറൽ ഡിക്രി നിയമം 2024-ലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. ഡ്രൈവിംഗ് പ്രായം 17 കുറയ്ക്കുന്നതും വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമുള്ള പുതുക്കിയ നിയന്ത്രണങ്ങളും ഉൾപ്പെടെ സുപ്രധാന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നിയമം. 2025 മാർച്ച് 29 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ഇനി അബുദാബിയിലെയും ദുബായിലെയും എയർ ടാക്സികളെ കുറിച്ചാണ്. 2025-ൽ UAE നിവാസികൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാന മാറ്റം അബുദാബിയിലും ദുബായിലെയും എയർ ടാക്സികൾ അവതരിപ്പിക്കുന്നതാണ്. ഈ വർഷം വിവിധ എമിറേറ്റുകൾ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025-ൽ അബുദാബിയിലും ദുബായിലും അവ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ പ്രകാരം 2025 ഡിസംബറോടെ ദുബായിലും എയർ ടാക്സികൾ ആരംഭിക്കാനാകും. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, ദുബായ് മറീന, പാം ജുമൈറ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾക്ക് സമീപം 4 വെർട്ടിപോർട്ട് സ്റ്റേഷനുകൾ ഉണ്ടാവും. മൂന്നാമത്തേത് അൽ മക്തൂം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കുമെന്നുള്ളതാണ്. അൽ മക്തൂം പാലത്തിലെ അറ്റകുറ്റപ്പണികൾ 2025 ജനുവരി പകുതിയോടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ ദുബായിലെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമമാകും. നിലവിൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ദുബായ് ബസ് റൂട്ടുകൾ വഴിതിരിച്ചാണ് വിട്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ അബുദാബിയിലെ സ്മാർട്ട് യാത്രാ സംവിധാനമാണ്. അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ബയോമെട്രിക് പ്രവർത്തനക്ഷമമാക്കിയ സ്മാർട്ട് ട്രാവൽ സിസ്റ്റം 2025-ൽ എല്ലാ സുരക്ഷാ പ്രവർത്തന ടച്ച് പോയിന്റുകളിലേക്കും എല്ലാ എയർലൈനുകളിൽ നിന്നുള്ള യാത്രക്കാരുമായും വ്യാപിപ്പിക്കും. അടുത്തതായി വരുന്ന മാറ്റം പ്ലാസ്റ്റിക് നിരോധനം വിപുലീകരിക്കും എന്നുള്ളതാണ്. സ്റ്റൈറോഫോം കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് ടേബിൾ കവറുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്റ്റൈറോഫോം കപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന പ്ലാസ്റ്റിക് ദുബായിൽ അടുത്ത വർഷം പൂർണ്ണമായും നിരോധിക്കുമെന്നാണ് വിവരം. ആറാമത്തേത് ഡിജിറ്റൽ നോൾ കാർഡുകളാണ്. ദുബായിലെ മെട്രോകളെയും ബസ്സുകളെയും സ്ഥിരം ഉപയോക്താക്കൾക്കും അവരുടെ ഫോണുകൾ അടുത്ത വർഷം നോൾ കാർഡായി ഉപയോഗിക്കാൻ സംവിധാനമൊരുക്കും. ഡിജിറ്റൽ നോൾ കാർഡ് സംരംഭം 2025-ൽ എല്ലാ ഫോൺ ഉപഭോക്താക്കളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഡിജിറ്റൽ നോൾ കാർഡ് നിലവിൽ സാംസങ്, ഹുവായ് ഫോണുകളിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. വേണമെങ്കിൽ പലചരക്ക് കടകളിൽ ഷോപ്പിംഗ് നടത്താനും പാർക്കിങ്ങിന് പണം നൽകാനും ഈ കാർഡ് ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. അടുത്തത് അബുദാബിയിലെ ഭക്ഷണ ഓപ്ഷനുകളെ പറ്റിയാണ്. ഇത് അടുത്ത വർഷത്തോടെ വളരെ സുഗമമാക്കുമെന്നാണ് വിവരം. വാങ്ങുന്ന സാധനങ്ങൾ പോഷക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് കണ്ടെത്താൻ ലേബലിൽ നൽകിയ എല്ലാ ചേരുവകളും വായിക്കേണ്ടി വരില്ല. അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫോമിറ്റി കൗൺസിൽ, അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവ സഹകരിച്ച് നടപ്പിലാക്കുന്ന ഉൽപ്പന്നത്തിന്റെ പോഷണ മൂല്യത്തെ ഗ്രേഡ് ചെയ്യുന്ന ലേബൽ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത വർഷം പകുതിയോടെ പദ്ധതി ആദ്യം അബുദാബിയിലും പിന്നീട് UAE-യിലും വ്യാപിപ്പിക്കും. 2025-ലെ മറ്റൊരു പ്രധാന മാറ്റം ബസ് സ്റ്റോപ്പുകളിൽ സൗജന്യ വൈഫൈ ലഭിക്കും എന്നുള്ളതാണ്. എമിറേറ്റിലെ 4 പ്രധാന സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ സൗജന്യ പബ്ലിക് വൈഫൈ ലഭ്യമാകുന്നത്. അടുത്ത വർഷത്തോടെ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കും. അടുത്ത വർഷം പുതിയ സാലിക് ചാർജുകൾ നിലവിൽ വരും. 5 പാലങ്ങളുടെ നിർമ്മാണവും 7 മേഖലകളിലെ പാതകളുടെ വിപുലീകരണവും ഉൾപ്പെടുന്ന അൽ ഖൈൽ റോഡ് വികസന പദ്ധതിയുടെ പൂർത്തീകരണത്തെ തുടർന്ന് പുതിയ സാലിക് ടോൾ ഗേറ്റുകൾ സജീവമാകും. 2025 ഫെബ്രുവരി മുതൽ വേരിയബിൾ റോഡ് ടോൾ പ്രൈസിംഗ് സിസ്റ്റം ദുബായിലും പ്രാബല്യത്തിൽ വരും. ഇതുപ്രകാരം പ്രവൃത്തി ദിവസങ്ങളിൽ തിരക്കേറിയ സമയത്ത് 6 ദിർഹം നൽകണം. പ്രവൃത്തി ദിവസങ്ങളിലെ തിരക്കില്ലാത്ത സമയത്ത് 4 ദിർഹം, ഞായറാഴ്ചകളിൽ 4 ദിർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ. ഇനി ഏറ്റവും അവസാനത്തേത് ദുബായിലെ പുതിയ പാർക്കിംഗ് നിരക്കുകളാണ്. അടുത്ത വർഷം മാർച്ച് മുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഗ്രാൻഡ് ഇവന്റ് പാർക്കിംഗ് എന്നിവയ്ക്ക് വ്യത്യസ്ത ചാർജുകൾ ഈടാക്കും.
തിരക്കേറിയ സമയത്തെ, അതായത് രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും പ്രീമിയം പാർക്കിങ്ങിന് മണിക്കൂറിന് 6 ദിർഹവും സ്റ്റാൻഡേർഡ് പാർക്കിങ്ങിന് മണിക്കൂറിന് 4 ദിർഹവും നൽകേണ്ടി വരും. 2025 മാർച്ച് അവസാനം മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.